ഹലോ, അസ്സാം വലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന. അപ്പോൾ ഇന്ന് 9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡാണല്ലേ, മൊത്തത്തിൽ ഭയങ്കര ക്ഷീണവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേ ക്ഷീണം നോമ്പറന്ന് കഴിയുമ്പോൾ ക്ഷീണം മാറ്റാനായിട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. കസ്റ്റർഡാണ് കേട്ടോ വിചാരിച്ചത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു കവർ പാൽ ഞാൻ വീത്തിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡിൻ്റെ പൗഡർ എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറിക്കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് തണുപ്പിച്ച് നോമ്പറക്കണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ. അപ്പോൾ ദേ കുറുകി വന്നപ്പോഴത്തേക്ക് കസ്റ്റർഡ് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് സമയം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കണേ. അപ്പോൾ ആ സമയത്ത് ഞാനിത് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് പൊളിച്ചെടുക്കണുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് എന്തായാലും വേണമല്ലോ ഇവിടെ. അപ്പോൾ മിക്കയിടത്തും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ, കട്ട്ലേറ്റ് ഇല്ലാത്ത എന്ത് നോമ്പ് തുറ അല്ലേ. അപ്പോൾ മക്കൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലൊക്കെ കട്ട്ലേറ്റ് വേണം. അപ്പോൾ പിന്നെ അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് കസ്റ്റർഡിനുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ കേട്ടോ കട്ട് ചെയ്തെടുത്തത്. മുന്തിരി എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഈ കസ്റ്റർഡിൽ ഇടാനായിട്ട്. പിന്നെ ഇത് നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതെ, ചൂടാറി അപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റർഡ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. പിന്നെ നോമ്പറക്കണ സമയം ആകുമ്പോഴത്തേക്കും പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കസ്റ്റർഡ് റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയട്ടാ, എന്താണ് കുക്കുംബർ, അന്ന് ഫസ്റ്റ് നോമ്പിന് ഞാൻ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ കുക്കുംബർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് അത് ഒന്ന് ജ്യൂസാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുക്കുംബർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് അതിലേക്ക് പീഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണേ. അടിച്ചെടുത്തത് ഞാൻ ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പുതിന ലീവ്സും അതേപോലെ തന്നെ കസുകസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അങ്ങനെ അതുമായി ഇനിയിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടട്ടെ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചിക്കൻ ബ്രെഡ് പോളയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇതേപോലെ ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയും കഴിയും. പിന്നെ അതുമല്ല ഒരു പീസ് കഴിച്ചാൽ മതി, നമ്മുടെ വയറ് നിറയും. അപ്പോൾ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ സവാളൊക്കെ ഒന്ന് വഴന്ന് കിട്ടട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ ചാറിലേക്ക് 5 ബ്രെഡിൻ്റെ പീസാണ് എടുത്തേക്കണത്. ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ പിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 3 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇതേ 3 മുട്ട എടുത്തിട്ടുണ്ട്, അതും പൊട്ടിച്ച് വീത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണേ. സവാള വഴന്നിട്ടാണ് ആ സമയത്ത് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അത്ര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഇതേ ഒരു 1/2 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വയറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉപ്പും മഞ്ഞളോട്ട് വേവിച്ച് വെച്ച ചിക്കന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല സെറ്റായി. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ ബാറ്റർ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഹാഫ് കുക്കാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അടച്ച് വയ്ക്കാം.
എന്നിട്ട് ഇതേ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മസാലയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നടുക്കായിട്ടാണ് കൂടുതലും ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആവാത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ അങ്ങനെ വീത്തി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും കവറാവണ രീതിയിൽ വേണം കേട്ടോ ബാറ്റർ വീത്തി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതേ ബാക്കിയുള്ള ബാറ്റർ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് വീത്തി കൊടുക്കണേ. എന്നിട്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണമുണ്ട്. എന്നിട്ട് ഇതേ മല്ലിയില എടുത്തിട്ട് ഞാൻ നടുക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഗാർണിഷ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കണേ. ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെക്കണേണ്. അപ്പോൾ ആ നോമ്പറക്കണ സമയത്ത് വേഗം തന്നെ നമുക്ക് ഓരോ പീസ് വെച്ചിട്ട് എടുക്കാനും സുഖമാണല്ലോ. അപ്പോൾ തന്നെ ഞാൻ ചൂടോട് കൂടി തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോൾ നമ്മൾ നോമ്പറന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഞാൻ ടേബിളിൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് 9ാമത്തെ നോമ്പും റാഹത്തായി. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ ചെയ്യണ സമയത്ത്. പിന്നെ എല്ലാം അങ്ങനെ പെട്ടെന്ന് തീർന്നു, എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഫൈസി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിച്ച് നോമ്പറക്കണതാണ് എനിക്കും ഇഷ്ടം. മാഷാ അല്ലാഹ് അതും നല്ലൊരു രസമാണല്ലോ, മക്കളോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നോമ്പറക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ എല്ലാവർക്കും വെള്ളം വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നാരങ്ങ വെള്ളത്തിന് പകരം നമ്മൾ നാരങ്ങ വെള്ളം പോലെ തന്നെ അതിൽ കുക്കമ്പർ അരിഞ്ഞിട്ടെന്നുള്ള കേട്ടോ. അങ്ങനെ ജ്യൂസാക്കി എടുത്തതാണ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കസ്റ്റർഡ് കഴിക്കാൻ വേണ്ടി പോണേനെ കേട്ടോ. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ട്, നല്ല സുഖം കേട്ടോ. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.